ഇപ്പോൾ വടകരയിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് നടപടി. അശ്ലീല പ്രചാരണം നടത്തുന്നത് UDF ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണം. ആക്രമണമാണ് യഥാർത്ഥം നടത്തുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. കെ ശൈലജ വൈകാരിക നുണപ്രചാരണം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല, ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും RSSമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് RSSകാരെ കൊല്ലാനല്ല, UDFകാരെ കൊല്ലാനാണ് ബോംബ് ഉണ്ടാക്കിയത്. സൈബർ അതിക്രമത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മറുപടിയുമായി വടകരയിൽ LDF സ്ഥാനാർത്ഥി കെ ശൈലജ. വ്യക്തിഹത്യ ആരോപണം ഇരുട്ടിത്തപ്പി പറഞ്ഞതല്ല. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കണം. വ്യക്തിഹത്യ നടത്തുന്നത് നുണബോംബാണെന്ന ആരോപണത്തിന് മറുപടി അർഹിക്കുന്നില്ലെന്നും കെ ശൈലജ വ്യക്തമാക്കി. ഞാനിങ്ങനെ പരത്തി എന്തെങ്കിലും ആകെ എന്നെ ദ്രോഹിക്കുന്നു എന്ന് ഇരുട്ടിൽ തപ്പി പറഞ്ഞതല്ല. ഞാൻ ഇവരെല്ലാം ഒരുപാട് ബഹുമാനിച്ചുകൊണ്ടേ ഞാനെപ്പോഴും സംസാരിക്കാറും പറയാറുള്ളൂ. പ്രതിപക്ഷ നേതാവായാലും മുൻ പ്രതിപക്ഷ നേതാവായാലും ഒക്കെ അവർ എപ്പോഴെങ്കിലും പറയട്ടെ, അവരെല്ലാം അധിക്ഷേപിച്ച് അങ്ങനെയൊന്നും പറയുന്നതല്ലല്ലോ ശരിയായ രീതി. പിന്നെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാൻ പോകുന്നില്ല. അത് ഈ നാട്ടിലെ വോട്ടർമാർ എല്ലാവരും, എല്ലാ പാർട്ടിയിലുള്ളവർ മനസ്സിലായി. എനിക്ക് ചെറിയ പ്രയാസം, ചെറുതല്ല, നല്ല പ്രയാസം തോന്നി. മിഥില ബാലനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന്. മിഥില, ഈ വടകരയിലെ പോര് അതിങ്ങനെ തുടരുകയാണല്ലോ മിഥില. തീർച്ചയായും ഉന്മേഷ്, വടകരയിലെ പോര് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്ന് ആദ്യം നടന്നത് വടകരയിൽ UDFന്റെ, അതായത് കെ രമയുടെയും ഉമാ തോമസിന്റെയും വാർത്താ സമ്മേളനമായിരുന്നു. ഇവർ രണ്ടുപേരും കെ ശൈലജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതേസമയം തന്നെ ഇതിൽ വ്യക്തിഹത്യയിൽ UDFന് പങ്കില്ല എന്ന് പറഞ്ഞു. പോലീസാണ് നടപടിയെടുക്കേണ്ടത്. സ്ത്രീകൾക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ വ്യക്തിഹത്യ നടക്കുന്ന സമയത്ത് പോലീസ് കൃത്യമായി നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് എന്ന ഒരു കുറ്റപ്പെടുത്തലാണ് ഇവർ നടത്തിയത്. അതേസമയം തന്നെ ഇതിന് പിന്നിൽ ഇത്തരം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയാതെ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. ആ ആസൂത്രണം ഉണ്ടായത് CPM കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്ന ഒരു വിമർശനവും കെ രമ ഉന്നയിക്കുകയുണ്ടായി. തൊട്ടു പിന്നാലെ MV ഗോവിന്ദനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അശ്ലീല പ്രചാരണം നടത്തുകയാണ്, അത് നടത്തുന്നത് UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ആണ് എന്ന വിമർശനമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് VD സതീശന്റെ ഭാഗത്തുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. VD സതീശൻ നുണ ബോംബ് പ്രചരിപ്പിക്കുന്നു എന്ന ഒരു വിമർശനം ഉന്നയിച്ചു. അതിനാണ് ഏറ്റവും ഒടുവിൽ കെ ശൈലജ മറുപടി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന് മറുപടി താൻ പറയുന്നില്ല, ജനങ്ങൾ പറഞ്ഞോളും, തന്നെ ജനങ്ങൾക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ താൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിൽ VD സതീശൻ പറയുന്നത് പോലെ നുണപ്രചരണമല്ല, ഇരുട്ടിൽ തപ്പിയല്ല താൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന ഒരു മറുപടിയായിരുന്നു കെ ശൈലജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം അവർ പറയുകയുണ്ടായി. VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് കെ ശൈലജ മറുപടി പറയുന്നു.